എന്റെ മധ്യപരമ്പര ദൈവങ്ങളെ ഇതുകൊണ്ട് അങ്ങനെ മിന്നിച്ചേക്കണേ. ഒരു മരുന്നിന് പോലും ബാക്കി വെച്ചില്ലല്ലോടാ ചവമേ. ഞാനിതടിച്ചതേ എന്റെ ആത്മാവിന്റെ മുറി ഉണക്കാനായിട്ടാണ്. എന്തിന്റെ? ആത്മാവിന്റെ. ആ ഭാഗ്യത്തിന് എന്റെ അവിടെ ഒന്നും മുറിഞ്ഞില്ല. മുറിയാത്ത ആശാന് ചിരിക്ക. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ഷായിയേ, ഓ ഈ കോളേജ് പിള്ളേർ 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരാണ് കേട്ടാ. ഈ കണ്ണൂരെന്താ വിയൂരെന്താ ഒരു കിടാപ്പനും അറിയില്ലെന്നേ. പിന്നെ പോത്തിനെ ഏത്തക്കാന്ന് പറഞ്ഞ കോപ്പല്ലേ. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? നല്ല പിള്ളാരാണ്. പോക്കിള് തീർത്ത് പുഷ്ടിക്കായിരുന്നു ഇടി. ഞാനൊരു ലേഡീസ് ആകാനത് ഭാഗ്യം. അല്ലെങ്കിൽ ഗർഭം കലങ്ങി പോയനെ. നീ വലിയ വെടിവാൾ പ്രാഞ്ചിയല്ലേ, എന്നിട്ട് ഈ വാൾപ്പയറ്റൊന്നും കണ്ടില്ലല്ലോ. ആകാശത്തും താഴെ ഇറക്കിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. പിന്നെ വാൾ പ്ലേറ്റ് നടത്താൻ ടൂൾ എവിടെ ഇരിക്കുകയാണ്? ആകെയുള്ളത് പാക്ക് വെട്ടണ വിറ്റാങ്ങത്തിയാണ്. അതാണെങ്കിൽ ആശാനെടുത്ത്. പിന്നെ വടിവാളെന്ന് പറഞ്ഞ തുരുമ്പിച്ചൊരു സാധനം. അതുകൊണ്ട് പഴം മുറിച്ച പഴത്തിന് വരെ കിളിയാവും. അതാണെങ്കിൽ ഷാജിയണ്ണന്റെ കയ്യില്. അത് വെച്ച് പയറ്റിയിട്ട് കണ്ടല്ല. മുറിവാള് വെച്ച് പയറ്റാ വടക്കം വീരഗാഥ സിനിമ. ആള് പോയി. അത് പോയത് നന്നായി. തുരുമ്പ് കൊണ്ട് സെപ്റ്റിക്കായി ചാവൂല്ലല്ലോ. കുത്തിവെപ്പിന്റെ കാശ് ലാഭം. പറഞ്ഞ പോലെ നമ്മുടെ ബോംബെക്കാരനെ കണ്ടില്ലല്ലോ. ഇനി അടികൊണ്ട് അധോലോകത്തിലേക്ക് തന്നെ പോയാ. ഞാനെന്നെ പറഞ്ഞില്ലേ ആ പന്നി ഉടായിപ്പാണ്. അങ്ങനെ വരുവാ. എത്തിയല്ല. എവിടെ പോയേക്കണേന്ന്? സുഖം തന്നെയാണല്ല. ആശാന പന്നിയെടുത്ത് പോവാൻ പറയട്ടാ, ഇല്ലെങ്കിൽ അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. കൊല്ലുന്ന എന്നെയും കൊല്ല്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. നീ ഒരു കോപം പറയണ്ടാ. ദൈവനേനും കൊല്ലണ്ട പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു. വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16ആണ്. ഷാജി കാര്യം അറിയാതെ കണകുണ വർത്താനം പറയുന്നോട്ടോ. ആ ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. പുകിന് അടി കിടന്നപ്പോ നിന്റെ പൊടി പോലും കണ്ടില്ലടാ. അതെ, പൊടി പോലും ഇല്ലായിരുന്നു. ഒരു കാര്യമില്ലാതെ കോളേജ് പിള്ളേരുടെ കീറുകൊള്ളാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. ആശാനെ ദൈവന്റെ ഡയലോഗ് കേട്ടിട്ടുണ്ടെങ്കിൽ മേലെ മുഴുവൻ ചൊറിഞ്ഞു കയറണ്ടട്ടാ. വരട്ടൂറിയായിരിക്കും. പിന്നെ ഒരു കേറ്റുകാരൻ വന്നിരിക്കുന്നു. കോളേജ് പിള്ളേര് പൊറോട്ട മാവ് പോലെ ചവിട്ടി കുഴച്ചപ്പോ ഈ കേറ്റൊന്നും കണ്ടില്ലല്ലോ. ആശാൻ അവനോട് വായിട്ടലക്കായിരിക്കാൻ കുഴപ്പം എവിടെ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓ പറഞ്ഞാല് ഇയാളെ സ്കൂള് മാഷ ഒരു അധോലോകക്കാരൻ വന്നേക്കണ്. ആഞ്ഞു തുപ്പാതടാ, അടികൊണ്ട് ആടി നിക്കണ പല്ല് തെറിച്ചു പോകും. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്ങര ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേക്കണാക്കണാണ്ടേ. അത്രയും പേരോട് ഒറ്റയ്ക്ക് നിന്ന് അടിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കേ പറ്റൂ. രജനീകാന്തിന്. എന്റെ ആശാനെ, അടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് അധോലോകക്കാരനും ഒറ്റ ഐറ്റേ ഉള്ളൂ, ഓട്ടം. അതിപ്പോ ബോംബെയിലായാലും ശരി, ബർമയിലായാലും ശരി. കൊച്ചി കിട്ടുന്ന അടിക്കകത്ത് വിറ്റാമിനും പ്രോട്ടീനും ഒന്നുമില്ലല്ലോ. അടിയിന്ന് എഴുതി കാണിക്കണതിന് മുമ്പ് പേടിച്ചോടി മിടുക്കണതിന്റെ കാര്യമൊന്നുമില്ലടാ ഷാജിക്ക്. ബുദ്ധിയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞു. പാണ്ടിലോറി പാഞ്ഞുരുമ്പോ ചില മാക്കറുകൾ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കും. ഇതായിരിക്കും താനെന്താണ് ബോംബെ പറഞ്ഞു വരണത്? ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പശാനെ. നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. അതുപോലെ ഞങ്ങൾ അങ്ങനെയാ. അപ്പൊ നമുക്ക് ആ കരുണൻ കോൺട്രാക്ടറെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയല്ല? അല്ല, പ്ലാൻ ഉണ്ടാക്കണ്ടേ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത പടി വരട്ടെ, നമുക്ക് ഈ പ്ലാനിങ്ങിന്റെ കുറവ് അങ്ങോട്ട് തീർക്കാം. എടോ ബോംബെ, താൻ തന്നെ ഒരു പ്ലാൻ അങ്ങാട്ടിട്. മേ വരുമ്പോ ഹേ അല്ല, ഹും വെക്കണം. തും വെച്ചാലോ? ഓ വെക്കണം. ആപ്പ് വെച്ചാലോ? അപ്പൊ തിരിച്ചു വെക്കണം.
വല്ലതും പറ്റിയോ? ഒരു തൂവൽ സ്പർശം. സാറിന് ഓർമ്മയുണ്ടോ സാർ? സാർ ഞാൻ മോഹനാണ് സാർ. അയ്യോ സാർ, ഞാൻ ഗുണ്ടയല്ല, ഞാൻ സ്കൂൾ മാഷാണ് സാർ. സാർ ഞാനന്ന് സാറിനോട് ചാൻസ് ചോദിക്കാൻ വന്നില്ലേ, ആ മോഹനാണ് സാർ ഞാൻ. ആശാനേ, ഡക 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 ഡം, ടിങ് ഡക്കൻ ഡക ഡക ഡക. അത് ശരി, നിങ്ങ ജലോത്സവം തുടങ്ങിയ എന്താണ് എല്ലാവരും ഭയങ്കര സീരിയസ്? ഓ, ഞാനിങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. അപ്പൊ കോമഡിയാണ്. ആശാന്റെ പുരാണ ഗജാപ്രസംഗം. അവൻ പറഞ്ഞത് നേരാ. ഞാനിപ്പോ കോമഡിക്കാരനാ. പക്ഷെ പണ്ട് ഈ കൊച്ചിയില് ഈ ഡെൻവറും ഇവന്റെ തന്ത എസ്തപ്പാനും കൂടെ വിരിഞ്ഞൊന്ന് നിന്നാ പോലീസ് വണ്ടി റിവേഴ്സ് എടുത്ത് പോകുമായിരുന്നു. പറഞ്ഞാ ഇന്നാരും വിശ്വസിക്കൂല. അപ്പൊ ഈ പ്രാഞ്ചി ഷാജിയൊക്കെ മൂക്കളെയും വാലിച്ച് നടക്കണം നത്തോലിപ്പുള്ളവരാണ്. അതിനിടയ്ക്ക് എപ്പോഴും ഈ പൊട്ടലും കയറി വന്ന് അന്ന് കൂടെ നിന്ന് പണി പഠിച്ചവരൊക്കെ ബെഡാ പാർട്ടികളായി. ഇവര് മാത്രം നമ്മളെ ഉപേക്ഷിച്ചില്ല. ഞാനിങ്ങനെ ഇവന്മാരുടെ തോളെ തൂങ്ങി ഒരു കടക്കിഴവനെ പോലെ. ആശാനെന്താ ഒരുമാതിരി സെന്റി വർത്താനം പറയണത്? ഇത്രയും സീനിയർ ആയിട്ടുള്ള വേറെ ആരണ്ട് ഈ പ്രദേശത്ത്? ഏത് കൊച്ചിക്കാരന്റെ ആശാൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബഹുമാനം തന്നെയാണ്. അതില്ലാത്തവനെ കൊണ്ട് ഷാജി ബഹുമാനിപ്പിക്കാൻ ചെയ്യും. എലക്ഷന് നിക്കണാണേല് ഇങ്ങേരെ പുട്ടുപോലെ പാട്ടും പാടി ജയിപ്പിക്കുന്ന നാട്ടുകാര്. നാളെ കൊച്ചിയിലെ മന്ത്രിയാണ് ആശാൻ. മന്ത്രി അറിയാവാ? കാണുമ്പോ എല്ലാരും ആശാനെന്നൊക്കെ വിളിക്കും. പക്ഷെ പ്രായം ചെന്നാ പിന്നെ ഏത് കേടി എടുക്കാത്ത നോട്ട് പോലെയാണ്. നിങ്ങളുടെ രണ്ട് തെറിയേക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലുണ്ടാവണത്. അത് കേൾക്കാനാണ് ഞങ്ങ ഈ ചൊറിയണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര കുരുവൊട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. ഞാനിത് നിങ്ങളോട് പറഞ്ഞല്ലടാവേ, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാണ്. അങ്ങനെ പൊതുവായിട്ട് ഇപ്പൊ കാച്ചുണ്ടെങ്കില എടുക്കാത്ത നോട്ടിന്റെ വിലയാണോ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ളത്? പഞ്ഞത്തിന് മരുന്ന് പൈപ്പ് വെള്ളം മാത്രമായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. രാജപാളയം പട്ടിട പോലെ അകത്താട്ട് വളഞ്ഞ വയറും ഉന്തിപ്പിടിച്ചു നിൽക്കണം നെഞ്ചും കൂടുമായിട്ട് നടന്ന ഒരു വാണാല് ചെക്കനായിരുന്നു അന്ന് ഷാജി. അഞ്ഞൂറ് വളിവിട്ട അഞ്ഞൂറ് ജീവനും കൂടി അങ്ങോട്ട് പോവും. ആ തെണ്ടി ചെക്കനിപ്പോ ആരുടെ പൊക്കത്തിൽ ഞെളിഞ്ഞു നിൽക്കണമെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങളാ. ആ നിങ്ങൾക്ക് വിലയിടാനുള്ള നോട്ട് ഒരു കപടത്തിനും അടിക്കാൻ പറ്റൂല. ചത്തുപോയ അപ്പന്റെ സ്ഥാനത്താണ് ഞാൻ ആശാനെ കാണുന്നത്. ഇതാണ് ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു കുഴപ്പം. കൂടെയുള്ളവരൊരു ദണ്ണം വന്നാ അത് കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ദണ്ണമാ. ബോംബെയിലൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയില്ല കേട്ടാ. പുറത്തുനിന്ന് നോക്കണവന്മാര് നമ്മ കേടികളാണ്, കെട്ടവരാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ കൂട്ടത്തിലുള്ളവർ തമ്മിൽ ഒരിക്കലും ഗിരിഗിരിപ്പ് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ആ സെറ്റ് അടിച്ചു വിരിച്ച് കബൂറായി പോവുകയുള്ളൂ. അതുകൊണ്ടാ നിങ്ങൾ തമ്മിൽ പോട്ടി ഉണ്ടാവരുതെന്ന് എപ്പോഴും ജോളിയായിട്ടിരിക്കണമെന്ന് ഞാൻ പറയണത്. ആ സത്യം. ആ അത് കെടുത്തിയത്. ഇത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡല്ലേ? അതെ, ഇതെങ്ങനെ ഇവിടെ? അത് ആശാന് കിട്ടിയതാണ് ഏറ്റവും മികച്ച ചുമക്കുള്ള സ്റ്റേറ്റ് അവാർഡ്. ആ അവാർഡ് കിട്ടിയത് നിന്റെ തന്തയ്ക്ക്. ഇതാരുടെയാണെന്നറിയാവാ? സൂപ്പർ സ്റ്റാർ വിമൽ കുമാറിന്റെ. സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ വന്നു? അത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങേരൊരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനിടക്കാണ് ഈ അവാർഡ് കിട്ടിയത്. അതും മേടിച്ചോണ്ട് നേരെ പോകുന്നത് ഇങ്ങോട്ട്. അവന്റെ കാര്യം ഇവിടെ പറയണ്ടേട്ടാ, ഒടുക്കത്തെ ചാടിയണ പന്നിക്ക്. ഷാജി അണ്ണൻ സ്ഥലം കൊടുത്തിട്ട് അയാൾ മൈൻഡ് ചെയ്തില്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കാവാ? സ്വർണമാണെന്ന് കരുതി അടിച്ചു മാറ്റിയതാണ്. പിന്നീടാണ് വിവരം അറിഞ്ഞത് പാട്ടപ്പിച്ചളായിരുന്നു. കള്ളം ചേർക്കട്ടെ. ഇനി ഞാൻ ഇവിടെ സിനിമ കാണാമെന്നല്ല. അതൊക്കെ എനിക്ക് അറിയാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന ഒക്കത്തില്ല. ഒരു ദിവസമെങ്കിലും വന്നാലെന്താ? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതെന്താ? ഞാൻ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ഹലോ അച്ഛാ,
അച്ഛാ ഹലോ